ശ്ലോകം 9. യുവാം മാമേവ, നിങ്ങൾ രണ്ടുപേര് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ദ്വൗ അധിക വിവൃതാന്തർഹിതതയാ, ഒരാൾ ആ ആത്മജ്ഞാനം തെളിഞ്ഞ് പ്രകാശിക്കുന്ന ആൾ, അധിക വിവൃതം തെളിഞ്ഞ് തുറന്നിരിക്കുന്നത്, പ്രകാശത്തെ പരത്തുന്നത് ശ്രീകൃഷ്ണൻ. മറ്റേയാളോ അന്തർഹിതതയാ, ഉള്ളിൽ മൂടി വച്ചിരിക്കുന്നത് അർജുനൻ. അങ്ങനെ വിഭിന്നവും, രണ്ടുപേരും അങ്ങനെ ഭിന്നന്മാരാണ്. നിങ്ങളെ രണ്ടുപേരെയും സന്ദ്രഷ്ടും കാണണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളെ കാണണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തിയാണിത്. ബ്രാഹ്മണൻ്റെ പുത്രന്മാരെ കൊണ്ടുവരിക, അപ്പോൾ കൃഷ്ണനും അർജുനും കൂടി വരും. നിങ്ങൾ രണ്ടുപേരും ഞാൻ തന്നെയാണ്, എന്നിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. എന്താണ് അവർ മൂന്ന് പേരും തമ്മിലുള്ളതായ വ്യത്യാസം? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വൈകുണ്ഠനാധിപതി ഉപാധിയില്ലാത്തവനാണ്, ഒരു വിധത്തിലുള്ളതായ ഉപാധികളും ഇല്ലാത്തവനാണ് വൈകുണ്ഠനാഥൻ. ശ്രീകൃഷ്ണൻ ഉപാധി ഉള്ളവനാണ്, പക്ഷേ സാത്വിക ഉപാധിയാണ്. ഉപാധി എന്ന് പറയുന്നത് ഈ 3 ഗുണങ്ങളാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ. സത്വരജസ്തമോ ഗുണങ്ങൾ തീണ്ടാത്തവനാണ് വൈകുണ്ഠനാഥൻ, മായയില്ലാത്തവൻ. കൃഷ്ണൻ മായയുടെ സത്വരൂപത്തിനെ മാത്രം സ്വീകരിച്ച് മായയെ നിയന്ത്രിച്ചിരിക്കുന്നു. അർജുനനോ ഉപാധിയുണ്ട്, രജസും തമസും കൂടിയ സത്വഗുണം, മിശ്രമാണ്. അപ്പോൾ ഇതാണ് വ്യത്യാസം. വൈകുണ്ഠാധിപതി സത്വരജസ് തമോ ഗുണങ്ങളില്ലാത്ത, ഉപാധിയില്ലാത്തവൻ, മായയില്ലാത്തവൻ എന്നർത്ഥം. ശ്രീകൃഷ്ണൻ ഉപാധിയുള്ളവൻ. എന്തുകൊണ്ട്? മായയുടെ സത്വഗുണത്തിനെ സ്വീകരിച്ചവൻ. അർജുനനും മായയുണ്ട്, രജസ്തമോ ഗുണങ്ങൾ ചേർന്ന സത്വഗുണമാണ്. അപ്പോൾ മായ എങ്ങനെ ഇവരെ ബാധിക്കുക നോക്കുക. വൈകുണ്ഠാധിപതിക്ക് മായ ഇല്ല, നിർമായൻ എന്ന് പറയും. നിർമായൻ, മായ തീരെ ഇല്ലാത്തവൻ. ശ്രീകൃഷ്ണന് മായ ഉണ്ട്, പക്ഷേ തൻ്റെ കയ്യിൽ സ്വാധീനമാക്കി വച്ചിരിക്കുന്നു. എപ്പോൾ വേണോ മായയെ പ്രയോഗിക്കും, വേണ്ടാത്തപ്പോൾ മായയെ പിൻവലിക്കും. അതാണ് സ്വാധീന മായൻ. അർജുനന് ഉപാധി ഉണ്ട്, മായയുണ്ട്, മായയ്ക്ക് അധീനനാണ് നമ്മളെല്ലാവരും. നമ്മളൊക്കെ മായയ്ക്ക് അധീനന്മാരാണ്. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നത്. ഇതിൽ നിന്ന് ഇത് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇങ്ങനെ മായ വരുന്നത് കൊണ്ട് ആ ഈശ്വരത്വത്തിന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. വൈകുണ്ഠാധിപതിക്ക് ഈശ്വരത്വം പൂർണ്ണമാണ്, പൂർണ്ണം. ശ്രീകൃഷ്ണന് സ്വാധീനമായനാണ്. അപ്പോൾ എപ്പോൾ വേണോ മായയെ നിയന്ത്രിക്കാം, പ്രയോഗിക്കാം. ചിന്മയാനന്ദ സ്വാമി പറയുന്ന പോലെയാണ്, കോപം വരുമ്പോൾ ഞാൻ കോപം എടുത്ത് പ്രയോഗിക്കും, അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇടും. അപ്പോൾ കൃഷ്ണൻ എപ്പോൾ വേണോ മായ പ്രയോഗിക്കാം, മായ വേണമെങ്കിൽ നിയന്ത്രിക്കാം. അതാണ് സ്വാധീനമായൻ. അപ്പോൾ ഈശ്വരത്വം പ്രകടമാണ്.
അർജുനനോ ഈശ്വരത്വം സാധ്യമല്ല. എന്തുകൊണ്ട്? മായയുടെ അധീനത്തിലാണ്. മായയുടെ അധീനത്തിലായതുകൊണ്ട് അർജുന ഈശ്വരത്വമില്ല. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അർത്ഥത്തിൽ. യുവാം മാമേവ, വളരെ കുറച്ച് കട്ടിയുള്ള ശ്ലോകമാണത്. ഈ ശ്ലോകം ഇതാണ്. അപ്പോൾ നല്ലവണ്ണം മനസ്സിലാക്കണം. യുവാം, നിങ്ങൾ രണ്ടുപേരും, മാമേവ, ഞാൻ തന്നെ, എന്നെ തന്നെ എന്നുള്ളതാണ് ശരിക്കും അർത്ഥം, ഞാൻ തന്നെ. ദ്വൗ, രണ്ടുപേരും, അധിക വിവൃതാന്തർഹിതതയാ, അധിക വിവൃതം, ഒരാൾ നല്ലവണ്ണം തെളിഞ്ഞ് പ്രകാശിക്കുന്നു. അതാണ് ശ്രീകൃഷ്ണനിൽ ഈ ചൈതന്യം തെളിഞ്ഞ് പ്രകാശിക്കുന്നു. മറ്റേയാളിലോ അന്തർഹിതതയാ, ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു. അന്തർഹിതതയാ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും വിഭിന്നവും വ്യത്യസ്തന്മാരാണ്. അങ്ങനെയുള്ള നിങ്ങളെ രണ്ടുപേരെയും സന്ത്രഷ്ടും, കാണാൻ, എൻ്റെ തന്നെ രൂപമാണല്ലോ നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അഹം സ്വയം അഹർഷം, ഞാൻ തന്നെയാണ് കട്ടുകൊണ്ടുവന്നത്, ഹരിച്ചത്. അഹർഷം, ഹരിച്ചു. ആരെ? ദ്വിജസുതാൻ, ബ്രാഹ്മണൻ്റെ പുത്രന്മാരെ ഓരോ തവണയും ഹരിച്ചത് ഞാനാണ്. സ്വയം അഹം അഹർഷം ദ്വിജസുതാൻ, അഹം സ്വയം ദ്വിജസുതാൻ അഹർഷം, ഞാൻ തന്നെയാണ് ബ്രാഹ്മണകുമാരന്മാരെ അപഹരിച്ചത്. നയേതം ദ്രാഗ്, അവർ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ഇതിൽ ഒക്കെ ചാടിക്കളിക്കുകയാണെന്നാണ് പറയണത്. ഒക്കെ പ്രസവിച്ച ഉടനെ കൊണ്ടുവന്നല്ലേ, ഇപ്പം കഷ്ടിച്ചിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഉരുളാനായി അതിൽ കളിച്ചുകൊണ്ടിരിക്കണം. നയേതം ദ്രാഗ്, ഒരു വേഗം കൊണ്ടുപോയിക്കോളൂ. ഏതം ദ്രാഗ് നയേതം, അവരെല്ലാവരെയും വേഗം കൊണ്ടുപോകുള്ളൂ. അപ്പോഴേക്ക് എത്രയാളായി? 10 പേര്. 10 പേര്. എന്ന് പറഞ്ഞ് വിതീർണാൻ, നൽകി, അവർക്ക് വിട്ടുകൊടുത്തു. പുനഃ അവർ, ശ്രീകൃഷ്ണൻ ആ രഥത്തിൽ തന്നെ തിരിച്ചു വന്നു. ദ്വിജായ, ആ ബ്രാഹ്മണനായിക്കൊണ്ട്, ആദായ, അദാഹ, വളരെ ബുദ്ധിമുട്ടുള്ള സദ്യയാണ്. ദ്വിജായ ആദായ അദാഹ, ആദായ കൊണ്ടുവന്നിട്ട് ദ്വിജായ അദാഹ ബ്രാഹ്മണന് കൊടുത്തു. ഇതെല്ലാം കണ്ടു നിന്ന അർജുനൻ പ്രണുതമഹിമാ പാണ്ഡുജനുഷ, പാണ്ഡുവിൻ്റെ പുത്രനായ പാണ്ഡുജനുഷ, പാണ്ഡുവിൽ നിന്ന് ജന്മമെടുത്ത പാണ്ഡുവിൻ്റെ പുത്രനായ അർജുനൻ പ്രണുതമഹിമ, ഭഗവാന്റെ മഹാത്മ്യത്തിനെ നമസ്കരിച്ചു, സ്തുതിച്ചു. നുത, സ്തുതിച്ചു. 8 9 നല്ലവണ്ണം സന്ധിവിച്ഛേദം പദച്ഛേദം ചെയ്ത് അന്വയിച്ച് പഠിക്കണം. 8 വൈകുണ്ഠനാഥനെ നന്നായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. 9 ആ വൈകുണ്ഠനാഥൻ തന്നെയാണ് കൃഷ്ണനും അർജുനും, അതായത് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് ആ വിധത്തിൽ പെരുമാറാൻ സാധിക്കുന്നില്ല? മായ. നമ്മളൊക്കെ മായയ്ക്ക് അധീനനാണ്. കൃഷ്ണനെ പോലെയുള്ള അവതാര പുരുഷന്മാർ മായയെ ജയിച്ചവരാണ്. ഒരാവശ്യത്തിന് മായ ഉപയോഗിക്കുന്നു. വൈകുണ്ഠനാഥൻ മായ അല്പം പോലും ഇല്ലാത്തവൻ, ഉപാധികൾ ഇല്ലാത്തവൻ. വൈകുണ്ഠാധിപതി ശ്രീകൃഷ്ണൻ, അർജുനൻ, 3 പേർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉപാധികൾ. വൈകുണ്ഠാധിപതിക്ക് ഉപാധിയില്ല. സത്വരജസ്തമോ ഗുണങ്ങൾ തീരെയില്ല.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ നിരുപാധികൻ എന്ന് വിളിക്കും. നിരുപാധികൻ. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴത്ത് എഴുതുകയാണ്, വായിക്കാൻ പറ്റുമോ? ആ, നിരുപാധികൻ, ഉപാധിയില്ലാത്തവൻ. ശ്രീകൃഷ്ണന് ഉപാധിയുണ്ട്. പക്ഷേ അത് സാത്വികോപാധിയാണ്. മായയുടെ സത്വഗുണത്തിനെ മാത്രം സ്വീകരിക്കുകയാണ് സാത്വികോപാധി. അർജുനന് ഉപാധിയുണ്ട്. രജസ്തമത്തോടു കൂടിയ സത്വഗുണം. രജസ്തമസോട് കൂടിയ സത്വഗുണം. കൂടിയാണെന്ന് എഴുതിയിട്ടില്ല. രജസ്തമസോട് കൂടിയ സത്വഗുണം. മായയുടെ 3 ഗുണങ്ങളുണ്ട്. അതാണ് മായ. വൈകുണ്ഠനാഥന് ഇല്ല. അതുകൊണ്ട് നിർമായൻ, നിർമായൻ എന്ന് പറയും. ശ്രീകൃഷ്ണ മായ അധീനത്തിലാണ്, സ്വാധീന മായൻ. അർജുനന് മായയുണ്ട്, മായയുടെ നിയന്ത്രണത്തിൽ, മായയ്ക്ക് അധീനൻ. അവസാനത്തെ കോളം ഈശ്വരത്വം, മറവില്ലാത്ത ഈശ്വരത്വമാണ്, സച്ചിദാനന്ദ സ്വരൂപൻ തന്നെ. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ. സ്വാധീനമായനായതുകൊണ്ട് ഈശ്വരത്വം പ്രകടമാണ്. സ്വാധീനമായനായതുകൊണ്ട് ഈശ്വരത്വം ഉണ്ട്. അർജുനൻ്റെ കാര്യത്തിൽ ഈശ്വരത്വമില്ല, അധീനനായതുകൊണ്ട്. എഴുതിയത് വേണമെങ്കിൽ നോക്കിക്കോളൂ. ആദ്യത്തെ കോളം എല്ലാവരും എഴുതിയല്ലോ. വൈകുണ്ഠാധിപതി ശ്രീകൃഷ്ണൻ, അർജുനൻ. ഉപാധി ഇല്ല, നിരുപാധികൻ. ശ്രീകൃഷ്ണന് ഉണ്ട്, സാത്വികോപാധി. അർജുനൻ ഉണ്ട്, രജസ്തമത്തോടു കൂടിയ സത്വഗുണം. മായ. വൈകുണ്ഠനാഥന് ഇല്ല, നിർമായൻ. ശ്രീകൃഷ്ണന് ഉണ്ട്, സ്വാധീനമായൻ. അർജുനന് ഉണ്ട്, മായയ്ക്ക് അധീനൻ. ഈശ്വരത്വം മറവില്ലാത്തതുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപനാണ് എപ്പോഴും. ഇവിടെ ഈശ്വരത്വം പ്രകടമാണ്, എപ്പോൾ വേണോ നിയന്ത്രിക്കാം. അതാണ് ഇവിടെ ഈശ്വരത്വം പ്രകടമാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? മായയ്ക്ക് അധീനനാണ്. നമ്മളൊക്കെ അർജുനൻ്റെ അതിൽപ്പെട്ടതാണ്. ഈശ്വരൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. പക്ഷേ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുന്നില്ല. കാരണം മായയുടെ അധീനത്തിലാണ്. മായയുടെ ഏതാണ്? രജസ്തമോ ഗുണങ്ങൾ. രജസ്തമോ ഗുണങ്ങൾ നമ്മളെ പിന്നാക്കം വലിക്കുന്നു. രജസ്തമോ ഗുണങ്ങളെ കഴിയുന്നത്ര ചുരുക്കി സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കതിലേക്ക് എത്താം. രമണ മഹർഷിയെപ്പോലെ, ചട്ടമ്പിസ്വാമിയെപ്പോലെ, ശ്രീനാരായണ ഗുരുദേവനെ പോലെ സാധ്യമായിട്ടുള്ളതാണ്. പക്ഷേ പ്രയത്നിക്കണം, വളരെ കാലത്ത്. അതാണ് ഭാഗവത്തിൽ ഓരോന്നിലും എത്രയോ കാലം തപസ് ചെയ്തിട്ടാണ് ഓരോന്നെത്തുന്നത്. അപ്പോൾ അത്ര എളുപ്പമല്ല. നമ്മളെ സംബന്ധിച്ച് അനേകം ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അത്രയാണ്.